ഹലോ, ഡോക്ടർ മിനി പി ജി, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെന്റർ, അജ്മാൻ. ആദ്യത്തെ 3 മാസത്തിൽ പ്രഗ്നൻസിയിൽ ഒരു 20 മുതൽ 30% പേർക്ക് വരെ ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ബ്ലീഡിങ് ഉണ്ടാവുമ്പോൾ പലരും വളരെ അപ്സെറ്റ് ആയിട്ട് കാണാറുണ്ട്. ഒരു 20 മുതൽ 40% വരെയുള്ള ഇങ്ങനെ കാണുന്ന ബ്ലീഡിങ് ബുദ്ധിമുട്ടുകളൊന്നും വരുത്താറില്ല. അങ്ങനെ ബ്ലീഡിങ് കണ്ടാലും പ്രഗ്നൻസി വളരാൻ ചാൻസ് നല്ലോണം ഉണ്ട്. ഈ പ്രഗ്നൻസിയിലുള്ള ഇങ്ങനത്തെ ആദ്യത്തെ മാസങ്ങളിലുള്ള ബ്ലീഡിങ് ഫസ്റ്റ് ഇംപ്ലാന്റേഷൻ ബ്ലീഡിംഗ് എന്ന് പറയും. അപ്പോൾ ഈ ഗർഭം സൈഗോട്ട് ഉണ്ടായിട്ട് അത് യൂട്രസിന്റെ ഉൾഭിത്തിയിൽ പിടിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ബ്ലീഡിങ് ഉണ്ടാവാറുണ്ട്. അത് വളരെ ചെറിയ രീതിയിലുള്ള ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. അത് തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ ത്രെട്ടൻഡ് അബോർഷൻ എന്നുള്ള രീതിയിൽ പ്രഗ്നൻസി അബോർഷനായി പോകാനുള്ള ഒരു സാധ്യത കാണിക്കുന്നതിന്റെ സൂചനയായിട്ട് ഇങ്ങനെ ചെറിയ രീതിയിൽ ബ്ലീഡിങ് വരാറുണ്ട്. അത് ചിലപ്പോൾ 1-2 ആഴ്ച ചെറിയ ചെറിയ സ്പോട്ടിങ് പോലെ കാണാറുണ്ട്. അതിന് പ്രഗ്നൻസി വളരുകയും ചെയ്യും, പക്ഷെ ഈ ബ്ലീഡിങ് തന്നെ അങ്ങ് സെറ്റിൽ ആവുകയും ചെയ്യും. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറയുന്നത്. പിന്നെ പ്രഗ്നൻസി വളരാത്ത അവസ്ഥയിൽ അത് പോകാൻ വേണ്ടിയിട്ട് ബ്ലീഡിങ് ആയിട്ട് അത് ചിലപ്പോൾ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകും. അങ്ങനെ പ്രഗ്നൻസി അബോർട്ടായി പോകും. അതിനെ മിസ്കാരേജ് എന്നുള്ള രീതിയിൽ പറയും. പിന്നെ ചിലപ്പോൾ ഈ ഗർഭങ്ങൾ വളരാൻ തുടങ്ങിയാലും അതിൽ ശരിയായ രീതിയിൽ കുട്ടി ഫോമായി വരികയും ഹാർട്ട് ബീറ്റ് വരികയോ ഒന്നുമില്ലാതെ മിസ്ഡ് അബോർഷൻ എന്നുള്ള രീതിയിൽ പ്രഗ്നൻസികൾ ഉണ്ടാകും. അങ്ങനെയുള്ള പ്രഗ്നൻസികളും ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ടും പ്രസന്റ് ചെയ്യാറുണ്ട്. പിന്നെ ട്യൂബൽ പ്രഗ്നൻസി ഉണ്ടെങ്കിൽ, അതായത് ഗർഭം ശരിയായ രീതിയിൽ ഗർഭപാത്രത്തിന്റെ ഉള്ളിലല്ലാതെ പിടിക്കുന്ന അവസ്ഥയാണ് ട്യൂബൽ പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ. ട്യൂബിലോ അല്ലെങ്കിൽ ഓവറിയിലോ അല്ലെങ്കിൽ ഗർഭപാത്രത്തിന്റെ പുറത്തോ ഗർഭം പിടിക്കുകയാണെങ്കിൽ അത് അവിടെ വളരാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബ്ലീഡിങ്ങും കടുത്ത വയറുവേദനയും ഒക്കെ ഉണ്ടാകാറുണ്ട്. പിന്നെ വെസിക്കുലാർ മോൾ എന്നുള്ള ഒരു സംഗതിയുണ്ട്, മുന്തിരിക്കുല ഗർഭം എന്ന് പറയും. അങ്ങനെ ഉള്ളപ്പോഴും പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവും, പക്ഷെ ഗർഭമോ കുട്ടിയോ ഒന്നും അതിൽ കാണിക്കില്ല. അങ്ങനെ അതൊരു വെസിക്കിൾസ് കുമിളകൾ പോലെയുള്ള സംഗതി, ട്രോഫോബ്ലാസ്റ്റിക് ടിഷ്യൂ ഉണ്ടായിട്ട് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവ് ആവും, പക്ഷെ അങ്ങനെ വല്ല അവസ്ഥ വന്നാലും ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ബ്ലീഡിങ് പ്രഗ്നൻസിയിൽ കാണുകയാണെങ്കിൽ നമ്മൾ ആ ഗർഭം ഹെൽത്തി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ബ്ലീഡിങ് കണ്ടാൽ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കും. അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ ഗർഭം എവിടെയാണ് പിടിച്ചിട്ടുള്ളത്, യൂട്രസിന്റെ ഉള്ളിൽ തന്നെയാണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ഈ പിടിച്ച ഗർഭത്തിന്റെ ചുറ്റും ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. പ്രഗ്നൻസി ഹെൽത്തി ആണോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗർഭത്തിന് അതിൽ കാണുന്ന ഫീറ്റസിന് ഹാർട്ട് ബീറ്റ് എല്ലാം ഉണ്ടോ എന്ന് എൻഷുർ ചെയ്തിട്ട് നമ്മൾ ഗർഭം തുടരാനുള്ള, ഈ ഹെൽത്തി ആയിട്ടുള്ള ഗർഭമാണെങ്കിൽ ചെറിയ രീതിയിൽ ബ്ലീഡിങ് കണ്ടാലും അതിനെ ത്രെട്ടൻഡ് അബോർഷൻ എന്നുള്ള രീതിയിൽ ഈ ബ്ലീഡിങ് നിൽക്കാനുള്ള ഗുളികകള്, പ്രൊജസ്ട്രോൺ രൂപത്തിലുള്ള ഗുളികകൾ കൊടുക്കും. ചിലപ്പോൾ ഇഞ്ചക്ഷൻ രൂപത്തിലുള്ള പ്രൊജസ്ട്രോൺ ഹോർമോണും നമ്മൾ കൊടുക്കാറുണ്ട്.